الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അറബി മാസം ദുൽഖഅദ 27 നമ്മളെല്ലാവരും ഉള്ളത്. ഏതാനും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠകരമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ദിവസങ്ങളുടെ പ്രത്യേകത വിശ്വാസികൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ്. സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ്, ഫജ്ർ തന്നെയാണ് സത്യം, അതേപോലെ തന്നെ 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 രാത്രികൾ? പ്രഭാതം എന്താണ് എന്ന് നമുക്കറിയാം. ആ പ്രഭാതം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷം 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വലയാലിൽ അശ്ർ അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ. ഈ ലയാലിൽ അശ്ർ 10 രാത്രികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ദിൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നഹ അശ്റ ദിൽഹിജ്ജ, ദുൽഹിജ്ജയിലെ
10 ദിവസങ്ങളാണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഈ 10 ദിവസങ്ങൾ. അപ്പൊ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങളിലേക്കാണ് റബ്ബ് തൗഫീഖ് നൽകിയാൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എത്രമാത്രം മഹത്വമുള്ള കാര്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ദലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമെന്ന് പറഞ്ഞാൽ, ദിനങ്ങളെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അഥവാ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിൽ നാം പല ദിവസങ്ങളിലൂടെയും കടന്നു പോകും. ആ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഏറ്റവും അഫ്ദലായ ദിവസം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. നമ്മൾ റമദാനിലൂടെ കടന്നു പോകുന്നുണ്ട്, മുഹറത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ദുൽഖഅദയും അതേപോലെ തന്നെ റജബും ഷഅബാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ 10 ദിവസങ്ങളിൽ അഥവാ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ മറ്റൊരു സന്ദർഭത്തിലും ഒരാൾക്കും നിർവഹിക്കാൻ സാധ്യമല്ല. അഥവാ വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങൾക്കാണ് മറ്റു കാലയളവിൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്, പ്രതിഫലമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജിഹാദ് നടത്തിയാൽ ഈ സമയങ്ങളിലല്ലാത്ത ഒരു സമയത്ത് ഒരാൾ ജിഹാദിന് പോയാൽ അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം? അപ്പൊ നബി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദുമല്ല, ജിഹാദിനും എന്തില്ല, ഈ ദിവസങ്ങളുടെ അത്ര ശ്രേഷ്ഠത ഉണ്ടാകൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് അത് ഉപയോഗിച്ച് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് ശ്രേഷ്ഠമാണ്, അത് ഈ ദിവസത്തേക്കാൾ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ഞാൻ ഈ ഉദ്ധരിച്ച ആയത്തും അതേപോലെ തന്നെ ഹദീത്തുകളും പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? നമ്മളിനി പ്രവേശിക്കാൻ പോകുന്ന 10 ദിവസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രതയുള്ള, ഏറെ പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ്. സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായിട്ട് ഇത് മാറിയത്? വിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താണ്? മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം പവിത്രത വരാനുള്ള കാരണം ഇസ്ലാമിലെ അർക്കാനുകളായ, ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങൾ എല്ലാം ഒരുമിക്കുന്ന സമയം ഇത് മാത്രമാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ പറ്റുന്ന ഏക സമയം ഏതാ? ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമാണ്. ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് ഏത് സമയത്തുള്ളത്? ദുൽഹിജ്ജയിൽ മാത്രമാണ്. ദുൽഹിജ്ജ 8-ന് തുടങ്ങി 13-നാണ് ഹജ്ജ് അവസാനിക്കുക. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എവിടെയാണ്? അറഫയിലാണ്. അത് ദുൽഹിജ്ജയിലെ 9-നാണ്. ഹജ്ജുൽ അക്ബർ എന്ന് പറയപ്പെടുന്ന ദിവസം ഏതാണ്? അത് ദുൽഹിജ്ജ 10-ആണ്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്ത് ഹാജിമാര് ജംറകളിൽ കല്ലെറിയുന്ന, അതേപോലെ തന്നെ തവാഫ് നിർവഹിക്കുന്ന, ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. അത് ഏത് ദിവസങ്ങളിലാണ്? അത് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി ദുൽഹിജ്ജ മാസത്തെ എണ്ണിയത് എന്നാണ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകൾ ഈ 10 ദിവസത്തെ എങ്ങനെ കണ്ടു എന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഈദ് ബിൻ ജുബൈർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വകാന സഈദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹജ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി എന്നാണ്. അഥവാ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ, ഒരാളുടെ ഒരു കപ്പാസിറ്റി ഉണ്ടാകും, ആ കപ്പാസിറ്റിയേക്കാൾ എന്ത് ചെയ്യാം, നന്മ ചെയ്യാൻ വേണ്ടി, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഈദ് ബിൻ ജുബൈറിനെ പോലെയുള്ള ആളുകൾ മത്സരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ ഈ ദിവസത്തെ കണ്ടത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി. എന്തിനാ? നമ്മൾ ഒരുപക്ഷെ ഇന്ന് ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കൊക്കെ മടങ്ങി 2-3 ദിവസം കഴിഞ്ഞാൽ ദുൽഹിജ്ജയിലെ മാസം കണ്ടു എന്ന അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം.
നമ്മൾ പ്രവേശിക്കുന്നത് പവിത്രമായ 10 ദിവസങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം? വളരെ വിശാലമായി പഠിക്കേണ്ട തലമാണ്. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹദീത്തിലുള്ള വാചകമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കണം എന്നാണ്. തക്ബീർ ചെല്ലുക, അതേപോലെ തന്നെ തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് പറയാം, തഹ്ലീൽ നടത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. ഏതാ തക്ബീർ? ഏതാ തക്ബീറിൽ ഏത് സിയഗയും ഏത് രൂപം നമുക്ക് ഉപയോഗിക്കാം. ഹദീത്തുകളിൽ വന്ന രൂപങ്ങളുണ്ട്, വിവിധ രൂപങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ചൊല്ലാം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇങ്ങനെയുള്ള തക്ബീറുകൾ, നമുക്കറിയാവുന്ന സ്വഹീഹായി വന്ന തക്ബീറുകൾ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കുക, ഏത് സമയത്തും ചെല്ലാം. സാധാരണ പറയും, പണ്ഡിതന്മാർ പറയും, തക്ബീറുകളുടെ കൂട്ടത്തിൽ തക്ബീർ മുത്ലഖ് ഉണ്ട്, അതേപോലെ തന്നെ തക്ബീർ മുഖയ്യിദ് ഉണ്ട് എന്നാ പറയാം. തക്ബീർ മുത്ലഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി ചെല്ലാൻ പറ്റുന്ന, ഏത് സമയത്തും ചെല്ലാൻ പറ്റുന്ന തക്ബീറുകളാണ്. മുഖയ്യിദ് എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9 അറഫ ദിവസം എന്ത് ചെയ്യാം? ആ ദിവസം രാവിലെ മുതൽ അയ്യാമു തശ്രീഖിന്റെ 13ാമത്തെ ദിവസം വരെയുള്ള ആ ദിവസങ്ങളിൽ ചെല്ലേണ്ടതാണ് തക്ബീർ മുഖയ്യിദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ എന്താണ്? നമ്മുടെ ആരാധനകൾ വർദ്ധിപ്പിക്കും. നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാനാണ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ, ഈ സമയത്തുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഈ 10 ദിവസങ്ങളിലാണ് അത് വരുന്നത്. ഈ 10 ദിവസമല്ല, അഥവാ ഈ മാസത്തിലല്ലാതെ, ഈ സമയത്തല്ലാതെ ആ ഒരു ഇബാദത്ത് വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിർവഹിക്കാൻ പറ്റൂല. ദുൽഹിജ്ജയിലെ ഈ പവിത്രമായ ദിവസങ്ങൾ 10 ദിവസം വരെ ഉണ്ട്. ഒരു ചെറിയ ഇളവുള്ളത് എന്താ? പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീഖിന്റെ ദിവസം വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബലി അറുക്കാം. 11 അറുക്കാം, 12 അറുക്കാം, 13 അറുക്കാം. ആ ഒരു ഇളവുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ മാത്രം, ഈ മാസത്തിൽ മാത്രം നടക്കേണ്ട ഒരു ഇബാദത്താണ് ഏത് ഇബാദത്ത്? ഉദ്ഹിയ്യത്ത് എന്നുള്ള ഇബാദത്ത്. പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ഇബാദത്ത് ശ്രേഷ്ഠമായ ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആരാണ് ഇത് അറുക്കേണ്ടത്? ആരാ ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്? നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ അതുപോലെ പൈസ ഉള്ള കുറേ ആൾക്കാർ അറുക്കേണ്ട സാധനമാണെന്നാണ്. അങ്ങനെയല്ല. ആർക്കാണ് ഉദ്ഹിയ്യത്ത് അറുക്കാൻ സാധിക്കുന്നത് അവരെല്ലാവരും അറുക്കണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളിയിൽ 14,000 രൂപ മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അയാൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാം. പണ്ഡിത ലോകത്തുള്ള ചർച്ച എന്താ പറഞ്ഞാൽ ഉദ്ഹിയ്യത്ത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ഉദ്ഹിയ്യത്ത് വാജിബാണോ സുന്നത്താണോ എന്നുള്ള ചർച്ച ഉണ്ട്. കുറേ പണ്ഡിതന്മാരെ നിർബന്ധം എന്ന് പറഞ്ഞ ആൾക്കാരാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായം സുന്നത്തുൻ മുഅക്കദ, അത് പ്രബലമായ സുന്നത്താണ്. പ്രബലമായ സുന്നത്ത് ഉദ്ഹിയ്യത്ത് പണ്ഡിതന്മാർ പറഞ്ഞ അൽ ഖൗലുൽ അവ്വൽ അൽ ജംഹൂറു ഇലാ അന്നഹ സുന്നത്തുൻ മുഅക്കദ, അത് സുന്നത്തുൻ മുഅക്കദയാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു സീരീൻ അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉദ്ഹിയ്യത്ത് നിർബന്ധമാണോ? ഉദ്ഹിയ്യത്ത് നിർബന്ധമാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രവാചകരും മുസ്ലിങ്ങളും അത് നിർവഹിച്ചു പോരുന്ന ഒരു കർമ്മമാണ്. നബിയും സഹാബികൾ ഒഴിവാക്കാത്തൊരു കർമ്മമാണ്. എന്നും അവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഈ ഉദ്ഹിയ്യത്ത് കർമ്മം തുടങ്ങിയ കാലം മുതൽ നബി മരിക്കുന്നോളം ചെയ്തൊരു ഇബാദത്താണത്. എല്ലാ വർഷങ്ങളിൽ നബി എന്ത് ഉദ്ഹിയ്യത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം, ഉദ്ഹിയ്യത്ത് അറുക്കാൻ ശേഷി ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും അത് നമ്മൾ അറുക്കുന്നില്ല എങ്കിൽ നമ്മളത് ഗൗരവത്തിൽ കാണണം. അപ്പൊ നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിന്റെ റുക്കിനാണ് എന്ത്? നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്. നിന്നാണ് നിസ്കരിക്കേണ്ടത്. കഴിവുണ്ടായിട്ട് നിന്ന് നിസ്കരിക്കാത്ത ഒരാള് അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം ശരിയാകൂലല്ലോ. അതേപോലെ കഴിവുണ്ടായിട്ടും ഒരാൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്നില്ല എങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ഗൗരവത്തിൽ പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പള്ളിയിൽ വരുന്ന എൻ്റെ ഈ ഖുത്ബ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഉദ്ഹിയ്യത്ത് അറുക്കണം. ഏതെങ്കിലും ഒരു കൊല്ലല്ല, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസം, ആ ദിവസങ്ങളിൽ നടക്കേണ്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷങ്ങളിലും ഉദ്ഹിയ്യത്ത് അറുക്കാൻ ശ്രമിക്കും എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇനിയോ, ഒരാൾ ഷെയർ ചേരുന്നതിനേക്കാൾ നല്ലത് ഒരാൾ
ഒറ്റക്ക് പൂർണ്ണമായൊരു ഉദ്ഹിയത്ത് അറുക്കുന്നത്. അപ്പം നമ്മളെ പള്ളിയിൽ ആടിനെയാണ് ഇറക്കുന്നത്, അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ അല്ല, എല്ലാവരും ഒറ്റക്കാണ്. ആട്, മാട്, ഒട്ടകം, ഈ 3 മൃഗങ്ങളെയാണ് ഉദ്ഹിയത്ത് ഇറക്കേണ്ടത്. ആട്, മാട്, ഒട്ടകം. ആടിനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റുള്ളൂ. മാടും ഒട്ടകവുമാണെങ്കിൽ എന്ത് ചെയ്യുക, 7 പേർക്ക് പങ്ക് ചേർന്ന് ഇറക്കാം. എന്നാൽ അവിടെയും പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും അഫ്ദൽ എന്താ, ഒറ്റക്ക് ഇറക്കുന്നതാണ്. ഒറ്റക്ക് ഇറക്കുന്നത്. ഇപ്പം മാടിനെ ഇറക്കുന്ന സ്ഥലങ്ങളുണ്ടാകും, അവിടെ 14,000 15,000 കൊടുത്ത് ഷെയർ ചേരുന്നതിനേക്കാൾ നല്ലതെന്താ, നമ്മൾ ഒറ്റക്കൊരു ആടിനെ ഇറക്കുന്നതാണ്. കാരണം അതിനാണ് ഏറ്റവും അഫ്ദൽ, അതിനാണ് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വയസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകണം, അതേപോലെ തന്നെ മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം, ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണം. ഇതാണ് അതിൻ്റെ കണക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അറുത്താൽ മതി, ആ കുടുംബത്തിന് മുഴുവൻ എന്ത് ചെയ്യും, അതിന് കൂലി കിട്ടും. ഗ്രഹനാഥൻ ഉദ്ഹിയത്ത് അറുക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും, ആ കുടുംബത്തിന് അത് മതിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും കൽപ്പിക്കപ്പെട്ട കാര്യമാണ് ബലിയറുക്കുക എന്നുള്ളത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നീ ബലിയറുക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ പറയണം, എൻ്റെ നമസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ ബലികർമ്മം, എൻ്റെ മരണം എല്ലാം നിനക്കുള്ളതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളാണ്. അപ്പൊ ദുൽഹിജ്ജ മാസത്തിലെ ഏറെ പ്രത്യേകതയുള്ള പ്രവാചകന്റെ ഗൗരവമായ താക്കീതുകളുള്ള വിഷയമാണ് ബലിയെറുക്കുക എന്നുള്ളത്. ഖുർആൻ കൽപ്പിച്ച, ഹദീത്ത് കൽപ്പിച്ച ആ 2 പ്രമാണങ്ങളും പറഞ്ഞ വിഷയത്തെ എന്ത് ചെയ്യണം, വിശ്വാസികളായ ആളുകൾ ഗൗരവത്തിൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറുക്കുന്ന ആളുകൾ, മൃഗത്തെ ബലിയെറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും മൃഗത്തെ അറുക്കാൻ പാടില്ല. ബലിയെറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ബലിമൃഗം ന്യൂനതകളിൽ നിന്ന് ഒഴിവായിരിക്കണം. മുടന്തുള്ളത്, ചെവി പൊട്ടിയത്, അങ്ങനെ ഒരു മൃഗത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളില്ലാത്ത മൃഗങ്ങളെയാണ് ബലിയറുക്കേണ്ടത്. നബി പറഞ്ഞു, അർബഅത്തുൻ ലാ തുജ്സിഉ ഫിൽ ഉദ്ഹിയ്യ, 4 കാലികൾ ഉദ്ഹിയ്യത്തിന് മതിയാകൂല എന്നാണ്. 4 പ്രശ്നമുള്ള 4 കാര്യങ്ങൾ, 4 കുഴപ്പങ്ങളുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റൂല എന്നാണ്. ഏതാണ്? ഒന്ന് കാഴ്ച പോയത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, മുടന്തുള്ളത്, മെലിഞ്ഞു മജ്ജ നശിച്ചത്, ഇങ്ങനെയുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ബലിയറുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ, നമ്മൾ കമ്മിറ്റിക്കാരത്ത് പൈസ കൊടുക്കും. കമ്മിറ്റിക്കാരോട് നമ്മളിത് പറയണം, നിങ്ങൾ വാങ്ങണ മൃഗം ഇതേപോലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കുണ്ട്? അത് അറുക്കുന്ന ആൾക്കാർക്കുണ്ട്, നടത്തുന്ന ആൾക്കാർക്കല്ല. നടത്തുന്ന ആൾക്കാർക്ക് വലിയ അമാനത്താണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ച് നമ്മൾ പൈസ കൊടുത്താൽ നമ്മളെ ബാധ്യത കഴിഞ്ഞു, പിന്നെ ആ പെരുന്നാളിൻ്റെ ദിവസം വലിയ കറുത്ത് കഴിഞ്ഞിട്ട് ബക്കറ്റും കൊണ്ട് മാംസം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ വരുന്നത്. അങ്ങനെയല്ല, ഇതൊരു ഇബാദത്താണ്. നമുക്ക് കൂടെ പുണ്യം കിട്ടണം. പള്ളി കമ്മിറ്റിക്കല്ലല്ലോ കൂലി വേണ്ടത്, അവർക്കത് കിട്ടിക്കോളും. നമ്മൾ കൂടെ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി എപ്പോഴാണ് അറുക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബലി ഇറക്കാൻ പറ്റും. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പല്ല ഇറക്കേണ്ടത്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ബലി ഇറക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ബലി ഇറക്കാൻ പറ്റും. ഏതുവരെ? അയ്യാമു തശ്രീക്കിന്റെ ആ 13ാമത്തെ ദിവസം വരെ ഇറക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വിതരണത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ട്. നമ്മൾ അതിന് കഴിക്കണം. ബലിമൃഗത്തെ നമ്മൾ കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ പൈസ കൊടുത്ത് ബലിക്ക് ചേർന്നു, പക്ഷെ അതിന് കഴിക്കാതിരിക്കുക, നമ്മളത് കഴിക്കണം. അത് പ്രവാചകന്റെ ചര്യയാണ്. പാവങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ ബലിയറുക്കാൻ പേര് നൽകിയ ആൾക്കാർ ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്.
ഇപ്പം നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10-70ഓളം ആളുകൾ ഇപ്പം തന്നെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ആ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ദുൽഹിജ്ജ 1 ആയാൽ ബലി അറുക്കുന്നത് വരെ അവരെന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ നഖവും മുടിയും എടുക്കാൻ പാടില്ല. അവരുടെ നഖവും മുടിയും എടുക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല, എടുക്കരുത് എന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുടി മുറിക്കാനോ നഖം മുറിക്കാനോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ബോധം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ വെട്ടാനായ ആൾക്കാർ വേഗം എന്ത് ചെയ്യണത് ചെയ്യുക. കാരണം ഇന്ന് ദുൽഖാദ് 27 28, 29, 30 ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ 30 ഉണ്ടെങ്കിൽ 2-3 ദിവസം. അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പം അതുകൊണ്ട് നഖം മുറിക്കേണ്ട ആൾക്കാരൊക്കെ നഖം മുറിച്ച് ഉദ്ഹിയ്യത്തിന് ഉദ്ദേശിച്ച ആളുകൾ പെട്ടെന്ന് അത് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ച പിന്നെ എന്ത് പാടില്ല? നഖം മുറിക്കാനും പാടില്ല, മുടിയെടുക്കാനും പാടില്ല. ഇനി ഉദ്ഹിയ്യത്തിന് ഇതുവരെ ചേരാത്ത ആളുകൾ, ഉദ്ഹിയ്യത്തിന് ഇതുവരെ ഇതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ, നമ്മുടെ പള്ളിയുടെ ഒരുപക്ഷെ ഇന്നാണ് അവർ അവസാനമായി കൊണ്ട് ആളുകളെ ചേർക്കുന്ന ദിവസം മെസ്സേജ് പ്രകാരം. അപ്പം അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ വേഗം എന്ത് ചെയ്യുക? ചേരുക. നമ്മുടെ വീട്ടിലെ മക്കളുണ്ടാകും, അതേപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി നമ്മുടെ കുടുംബത്തിൽ സാധ്യമായ അത്ര ബലിയെറുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് നമ്മളൊക്കെ മാറേണ്ടത്. ദീനിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ജീവിതത്തിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ അവർ ഗൗരവത്തിൽ കണ്ട ഒരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു നല്ല ഗുണം നമ്മൾ കൂടെ സ്വന്തമാക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കുട്ടികളെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, മുഹമ്മദ് റിഹാൻ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി. അദ്ദേഹം വെന്റിലേറ്ററിലാണെന്നാണ് ഇതിൻ്റെ സമീപത്ത് വെച്ചുണ്ടായ ഒരു അപകടം, നമ്മുടെ പള്ളിയുടെ സമീപത്ത് വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ആ കുട്ടി വലിയ പ്രയാസത്തിൽ, അല്ലാഹു ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. വളരെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുടുംബമാണ്. ഭാരിച്ച സാമ്പത്തിക ചെലവ്, വെന്റിലേറ്ററാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ സാധ്യമാകുന്ന ഒരു സഹായം എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യണം. ആ കുട്ടി ജീവിതത്തിൽ തിരിച്ചു വരണം. ആ കുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി നല്ല ഒരു സഹായം ചെയ്യണമെന്ന് എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് ഹംസ സിദാൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി. ആ കുട്ടി ആക്സിഡൻറ്റ് പറ്റി, അദ്ദേഹം ആ കുട്ടിയും ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി പ്രയാസത്തിലാണ്. വെന്റിലേറ്ററിലാണെന്നേ മനസ്സിലാക്കുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അല്ലാഹു ആ കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെവിടൊക്കെ പോണത്, ഏത് സമയത്താണ് പോകുന്നത്. ഞാനൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചതാണ്, രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കൂട്ടുകെട്ടൊക്കെ നല്ലതാണ്. നമ്മുടെ മക്കൾ ആരുമായി കൊണ്ട് കൂട്ടുകൂടുന്നു, എങ്ങോട്ടായി പോകുന്നത്, അവരുടെയൊക്കെ അവസ്ഥ എന്തെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. വലിയ ദുരന്തങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വലിയ ദുരന്തങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉപ്പമാരെന്ന നിലയിൽ, ഉമ്മമാരെന്ന നിലയിൽ മക്കളുടെ കാര്യം സജീവമായി ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാവിധത്തിലും ഒരു പരിപൂർണമായ ഇസ്ലാമികമായി ജീവിക്കുന്ന കുടുംബമായി, സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബങ്ങളെ മാറ്റുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി ആരാധനകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വരാൻ പോകുന്ന ദുൽഹിജ്ജ മാസത്തിലെ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ അല്ലാഹു നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ മനുഷ്യരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.